ഹായ്, കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, നമ്മളിന്നൊരു കിച്ചൻ്റെ ബോക്സ് വർക്ക് കഴിഞ്ഞിരിക്കുന്ന ചെറിയൊരു വീഡിയോ കാണിക്കാൻ പോകണം കേട്ടോ. എന്തൊക്കെയാണ് നമ്മളിവിടെ കിച്ചണിൽ ഉൾപ്പെടുന്നത്? ഓപ്പൺ കിച്ചണാണ്. എന്തൊക്കെ ടൈപ്പിലുള്ള ബോക്സാണ് അടിച്ച് ചെയ്യണമെന്നും എന്ത് മെറ്റീരിയലാണ് പണിതേക്കണമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൾട്ടിവുഡും അതുപോലെ WPC ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കാണ്. പിന്നെ നമ്മൾ കുറച്ച് തേക്കിൻ്റെ കട്ടണും യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ കബോർഡൊക്കെ പറഞ്ഞാൽ നമ്മൾ മഹാഗണി തടി ഉപയോഗിച്ചുള്ള വർക്കാണ് ചെയ്തതാണ്. അപ്പോൾ നേരെ സീലിംഗൊക്കെ ചെയ്തതാണ്. ജിപ്സം വർക്കും അതുപോലെ മൾട്ടിവുഡും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേ-ബോർഡാണ് കൂടുതലും യൂസ് ചെയ്തത്. കേ-ബോർഡിൻ്റെ 6 ഡെൻസിറ്റി വരുന്ന ഷീറ്റും അതുപോലെ ഫോം ഷീറ്റും അതുപോലെ നമ്മൾ 3 ലെയർ WPC ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലോസി 3 ലെയർ WPC ആണ് ഉപയോഗിക്കുന്നത്. താഴെ മൊത്തം ബോക്സ് അടിക്കാനായിട്ട് നമ്മൾ ബോട്ടം ബോക്സ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാ PVC ഫോം ബോർഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മോഡലെ ബോക്സുകൾ ടോപ്പ് ബോക്സിൽ അടിച്ചേക്കുന്നത് നമ്മൾ WPC ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അത് ഹൈ ഗ്ലോസി ആണ്, 3 ലെയർ ആണ് ഉപയോഗിക്കുന്നത്. ഉണ്ടോ ബോക്സ് അടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോക്സ് അടിച്ചാൽ ഈ ഓപ്പൺ കിച്ചണിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു കോഫി ടേബിൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹൈറ്റ് അടിച്ചാണത് 110 സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് അടിച്ചിട്ടുള്ളത്. ടോപ്പിൽ വന്നത് ടൈൽസാണ് വന്നത്. അത് 1.5 സെൻറ്റിമീറ്റർ കനം വന്ന ടൈൽസ് ഗ്രാനൈറ്റിന് പകരം അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നുണ്ടോ ഇതുപോലത്തെ ടൈലാണ് ഉപയോഗിച്ചത്. 10 അടി നീളമുള്ള ടൈൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച് ചെയ്തേക്കണ ഒരു ഇതാണ്. അപ്പോൾ ടോപ്പ് നമ്മൾ ടൈലും അതുപോലെ ഇവിടെ തന്നെ ടോപ്പ് ടൈലാണ് ഉപയോഗിക്കുന്നത്. 5 അടി നീളം വന്ന ഒരു ടേബിളാണ് സെറ്റ് ചെയ്തത്. ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കോക്രി ഷെൽഫാണ്. നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഒരു ബ്ലാങ്ക് ഉണ്ടോ, കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഒരു ബ്ലാങ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കോക്രി ഷെൽഫ് അവിടെ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒരു അത്ര ഏരിയ 2 അടി 70 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഏരിയയാണ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു ഓപ്പൺ അല്ല, ഡോറ് തന്നെയാണ്. അത് അലൂമിനിയം ഡോറാണ്, ഫുൾ ഗ്ലാസിൻ്റെ ഡോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഈ സ്വിച്ച് ബോർഡ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു പാനലിങ്ങിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ബോക്സ് നമ്മൾ ഭിത്തിയിൽ വിട്ടിക്കാനായിട്ട് 4 ഇഞ്ച് വിട്ടിക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടും താഴത്തേക്കും മുകളിലേക്ക് പോയിക്കണം. അത് ഒഴിവാക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കയറി വരും, ഇത്രയും കയറി വരും ഈ ബോക്സ്. അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പാനലിങ്, അകത്തേക്ക് ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം നമ്മൾ ചെയ്യണത് ഈ പാനലിങ്ങാണ്, വുഡ് പാനലിങ്ങാണ്. ഇത് തേക്കിൻ്റെ റീപ്പർ നമ്മൾ റൂട്ടറിൽ ഉരുട്ടി നമ്മൾ പോളിഷ് ചെയ്യാൻ പാകത്തിനാക്കി കൊടുത്തേക്കണയാണ്. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഡോറിലും വന്നത്. പുഷ് ടൈപ്പ് ഡോറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓപ്പൺ തട്ടും വന്നത്. ഇതിനകത്ത് നമ്മൾ ഓപ്പൺ തട്ടും കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് ഒരു വ്യൂ വരാൻ പാകത്തിന് ഗ്ലാസിൻ്റെ തട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഗ്ലാസിൻ്റെ ഒരു തട്ടാണ് ഇതിനകത്ത് വരുന്നത്. അത്രയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇതിനകത്ത് LED സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലും നമ്മൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിനകത്ത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യണ ആക്രിലിക് ഏത് ഷീറ്റാണോ അതാണ് ഇവിടെ വന്നത്. അതാണ് ഇതിനകത്ത് ഒട്ടിക്കാത്തത്. ഇവിടെയൊക്കെ നമ്മൾ വുഡ് കളർ മൈക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു പീസ് ഉപയോഗിക്കുന്നത് മൊത്തം വുഡ് കളർ മൈക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മരം ഇത്ര ഏരിയയിൽ മാത്രം മരത്തിൻ്റെ പോർഷനുള്ളൂ. ബാക്കി ഫുള്ളും മൈക്കയും ആക്രിലിക്കാണ് യൂസ് ചെയ്യണത്. ഇവിടെ നമ്മൾ അകത്തുനിന്ന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ടേബിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ 3 ഡോറും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. ഇനി നേരെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് 2 ഡോറും മുകളിൽ 2 ഡ്രോയാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പേസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ബോക്സ് തന്നെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഡോറ് യൂസ് ചെയ്യാനായിട്ട് 30 സെൻറ്റിമീറ്ററിന് 2 ഡോറാണ് വരുന്നത്. ഡ്രോ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ തള്ളി പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ഒറ്റ കാര്യങ്ങളും പറയാം. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് മുകളിൽ വന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഡൈനിങ് ടേബിളോട് വന്നു കഴിയുമ്പോൾ ഇവിടെ കൺജസ്റ്റ് നമുക്ക് ഇവിടെ ഇടം കുറയും. അതുകൊണ്ടാണ് ആ ടേബിള് ബാക്കിലേക്ക് കുറച്ച് വലിച്ചു വെച്ചേക്കുന്നത്.
ആ കാണുന്ന സീലിങ്ങിൻ്റെ ലെവലിലാണ് അതിപ്പോൾ നിലയിൽ നമ്മൾ വെച്ചേക്കുന്നത്. ടോപ്പിൽ നിന്ന് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അത് സീലിങ്ങിൽ നിന്ന് ഈ പോർഷനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ടേബിളിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ നേരെയാണ് ഇത് വന്നേക്കുന്നത്. അന്നേരമാണ് നമുക്കിവിടെ ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഇടം കിട്ടുള്ളൂ. അതുപോലെ അതിൻ്റെ ഡോറ് തുറക്കാനുള്ള ഇടം കിട്ടണമെങ്കിൽ നമ്മൾ വിത്ത് സെൻറ്ററിൽ തന്നെ സൈഡിൽ ഗ്യാപ്പ് വേണം. അതുകൊണ്ടാണ് ഇത് അകത്തേക്ക് വലിച്ചു ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ ഇങ്ങനെ കയറി വരാൻ കാരണം അതുകൊണ്ടാണ്. നമ്മളിവിടെ സിംഗിൾ ഡോറ്, 2 ഡോറായിട്ടാണ്, സിംഗിൾ ഡോറിൽ 2 ഡോറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ഡ്രോ വരുന്നത്. ഈ ടേബിളിൻ്റെ ടോപ്പിലേക്കാണ് ഡ്രോ വരുന്നത്. 2 ഡ്രോ ആയിട്ട് വരും. 6 ഇഞ്ചിൻ്റെ ഡ്രോയാണ് വരുന്നത്. അത് തുറക്കണമെങ്കിൽ നമ്മൾ തട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഇവിടെ തന്നെ ഓവൻ്റെ സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഓവന് നമ്മൾ ഇവിടെ ഒരു ചിമ്മിനി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഹോളായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ ചൂടാകുമ്പോൾ ചൂട് പെട്ടെന്ന് നമുക്ക് ചൂടാറാനായിട്ട് നമ്മൾ മുകളിലേക്ക് ചിമ്മിനി പോലെ കൊടുത്തേക്കുവാണ്. അതുപോലെ ബാക്കിൽ മുകളിൽ ഡോറിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് തുറക്കുന്ന ഡോറാണ്. സിംഗിൾ ഡോറ് നമ്മൾ സൈഡിലേക്ക് തുറന്ന വെയിറ്റ് കൂടുതലായിട്ട് നമ്മൾ മുകളിലേക്ക് അപ്പ് ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതും അതുപോലെ ഒരു ഓപ്പൺ കള്ളിയാണ്. ഫ്രിഡ്ജ് ഇവിടെ 110 സെൻറ്റിമീറ്റർ വരാവുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പോർഷനാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ഇത് ഓപ്പൺ കള്ളിയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്തും നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് ചൂടാകുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ആവേണ്ടെങ്കിൽ തന്നെ അത് ഹീറ്റ് മുകളിലേക്ക് വരാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്ക വീടുകളിലും ചെയ്യുന്ന ഒരു സെയിം തന്നെയാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടാവും. ഫ്രിഡ്ജിൻ്റെ മുകളിൽ എപ്പോഴും നമ്മൾ ഓപ്പൺ കള്ളിയാണ് കൊടുക്കുന്നത്, ഡോറ് കൊടുക്കാറില്ല. അത് ഇനി ഇവിടെ ഡോറ് കൊടുത്തേണ്ടെങ്കിൽ തന്നെ ഈ ഓപ്പണിങ് നേരെ മുകളിലേക്ക് ഉണ്ടാവും. ഇവിടെ നമുക്ക് ലോഫ്റ്റ് വരുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ലോഫ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ലോഫ്റ്റ് ഈ ഫ്രിഡ്ജിൻ്റെ മേളിൽ വരെയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതേ തൊട്ട് താഴെ നമ്മൾ ബോട്ടം ഈ 2 ഡോറ് വരാവുന്ന രീതിയിൽ കോർണർ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കൊടുത്തത്. നമ്മൾ കോർണർ സെറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട, സാധാ ഡോറ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇതിനകത്ത് വലിയില്ല. അതുപോലെ മുകളിൽ 3 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കോർണർ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇനി ഇവിടെ തട്ട് വരാനുണ്ട്. ഇവിടെ 3 ഡോറ്, ഗ്ലാസ് ഡോറാണ് ഇതിനകത്ത് വരുന്നത്. ഗ്ലാസ് ഡോറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. സാധാ ഡോറല്ല, ഗ്ലാസിൻ്റെ ഡോറ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചുള്ള ഡോറാണ് ഇതിനകത്ത് 3 വരുന്നത്. മുകളിലാണ് ഈ ലോഫ്റ്റിൽ 2 ഡോറ്. ഇവിടെ എല്ലാം ഡബിൾ ഡോറ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ലോഫ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇതും ഗ്ലാസ് വന്ന ഡോറും അതുപോലെ ഗ്ലാസ് ഇല്ലാത്ത ഡോർ. അതായത് നമ്മൾ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തുള്ള ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രൊഫൈൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ളത് ഇവിടെ ഒരു ഓപ്പൺ കള്ളിയുണ്ട്, ഒരു തട്ടുമുണ്ട്. ഇവിടെ ഓപ്പൺ തട്ടും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ചിമ്മിനി വെക്കാനുള്ള ഒരു ഏരിയയാണ്. 90 സെൻറ്റിമീറ്റർ, കറക്റ്റ് 90 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ചിമ്മിനിയുടെ ഗ്യാപ്പ് കൊടുത്തത്. മുകളിലൊരു ചെറിയ, ഇതിനകത്തൊരു ചെറിയ ഡോറുകളും ഉണ്ട്. ചിമ്മിനിയുടെ മുകളിൽ ചെറിയ ഡോറുകളും ഉണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് വരച്ചേക്കുന്നത്. ഇതും അതുപോലെ ഓപ്പണല്ല, ഒരു ഗ്ലാസ് ഡോറാണ് തന്നെ. അതുപോലെ നമ്മൾ മുകളിൽ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സാധാ ഡോറ് കൊടുക്കണുള്ളൂ. അത് മുകളിലേക്കാണ് വിജാഗിരി വന്നത്. ഇത് ഇവിടെ ഒരു ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കാണ് വന്നത്. സിങ്കിൻ്റെ മുകളിൽ നമ്മൾ GTPT സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡോറ് വെക്കാനുള്ള ഇടമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ കള്ളി ഇങ്ങനെ L ടൈപ്പിന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ L ടൈപ്പ് കൊടുത്തേക്കുന്നത്, ഓപ്പൺ കള്ളി കൊടുത്തേക്കുന്നത്. ഇത് ഇടത് സൈഡിൽ നമ്മൾ ഡോറും സിംഗിൾ ഡോറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോർണർ ഉപയോഗിക്കാൻ പറ്റാണ് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ബോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പ് തന്നെ ഏരിയയിൽ നമ്മൾ ഫുള്ളും ഡ്രോയാണ് താഴെ വരുന്നത്. ഒരു ഈ ഡോറിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് പുൾ ഔട്ട് മാത്രമല്ല, ഇതിനകത്ത് ഗ്യാസിൻ്റെ കണക്ഷൻ വന്ന ഏരിയ ഇതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ റെഗുലേറ്റർ ഇതിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഓഫും ഓണും ചെയ്യാനുള്ള നോബ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഡോറാണ്, ഇതിന് പുൾ ഔട്ടിൻ്റെ സാധനം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഡ്രോ, ആ മൂലക്ക് ഡ്രോ, ഇവിടെ ഡ്രോ, ഇതും ഡ്രോ. ബോട്ടം ബോക്സ് പറഞ്ഞാൽ PVC 6 ഡെൻസിറ്റി വരുന്ന കേബോർഡ് ഉപയോഗിച്ചുള്ള ബോട്ടം ബോക്സാണ് ചെയ്തേക്കുന്നത്. അത് ഗ്ലോസി കുറവാണ്. നമ്മൾ സാധാരണ എല്ലാ ഡോറുകളും ഡ്രോയും വന്നാണ് നമ്മൾ അതിനെ കൊടുത്തേക്കുന്നത്. ഡോറ് ഇവിടെ 2 ഡോറും അവിടെ 3 ഡോറും ഉള്ളൂ. ബാക്കി എല്ലാം ഡ്രോയാണ്. അതുപോലെ ഇവിടെ ഡോറാണ് കൊടുത്തത്. ഇത് ഡ്രോയാണ്. നിസ്സാര ഏരിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ മൈക്ക ഒട്ടിച്ചാണ് കൊടുത്തത്. ഡോറ് വന്ന ഏരിയയിൽ നമ്മൾ മൈക്ക ഒട്ടിച്ചാണ് കൊടുത്തത്.
പിന്നെ ടോപ്പിലെ ഡോർ നമ്മൾ ഹൈ ലെവലിൽ വന്നതൊക്കെ നമ്മൾ WPC ഗ്ലോസി ഹൈ ഗ്ലോസി ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ബോക്സ് അടിച്ചേക്കുന്നത്. ഇനി ഇവിടെ തന്നെ ഏരിയയിലൊക്കെ നമ്മൾ മൈക്ക് ഒട്ടിക്കാനുള്ളതാണ്. അതുപോലെ ദേ ഇവിടെ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ്, അതുപോലെ ഇതിലും പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ തന്നെ പൈപ്പ് സ്ക്വയർ പൈപ്പ് 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറിയുന്ന ഈ സ്ലാബിന് കംപ്ലൈൻറ്റ് വരും അങ്ങനെയൊന്നുമില്ല, ബെൻഡാവും അങ്ങനെ കാര്യങ്ങളില്ല. സ്ക്വയർ പൈപ്പ് ഫുള്ളും കൊടുത്തവരാണ്. അതായത് ഈ പോർഷനിൽ വരെ നമ്മൾ ഇതിനകത്തും സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഈ പോർഷനിലും സ്ക്വയർ പൈപ്പ്, ഇതിനുള്ളിൽ സ്ക്വയർ പൈപ്പ് ഉണ്ടെന്നറിയില്ല, കയറിയുന്ന ഒടിഞ്ഞു പോകില്ല. നമ്മളത് അറേഞ്ച് ഷീറ്റാണ് കൊടുത്തത്. ഇത് 8mm ഷീറ്റ്. അപ്പോൾ കയറിന്ന് പോകാത്ത രീതിയിൽ നമ്മൾ ഉള്ളിൽ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഷീറ്റ് വരാനുള്ളതാണ്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാനുള്ളതാണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ ഇത് അടിച്ചേക്കുന്നത് 70 സെൻറ്റിമീറ്റർ. സാധാരണ അടിക്കുന്നത് നമ്മുടെ 60 സെൻറ്റിമീറ്ററാണ്. ഇത് 70 സെൻറ്റിമീറ്റർ ഫ്രിഡ്ജിൻ്റെ അതേ തള്ളി തന്നെയാണ് ഈ സൈഡിലെ സ്ലാബ് അടിച്ചേക്കുന്നത്. അതുപോലെ ഈ കബോർഡിനും വ്യത്യാസമുണ്ട്. ഇത് 40 സെൻറ്റിമീറ്റർ തള്ളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും തള്ളുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, ഒറ്റ തള്ളായിട്ട് നമുക്ക് തോന്നിക്കോളൂ. കേട്ടോ, ഇത് ഈ സ്ലാബ് 26 ഇഞ്ച്, അതായത് 66 സെൻറ്റിമീറ്റർ തള്ളു വരാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടോ നമ്മൾ സിങ്ക് വയ്ക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ 4 ഇഞ്ച് ഗ്യാപ്പ് വരും, ഇവിടെയും അതുപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വരും. ഇത്രയും ഗ്യാപ്പ് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ച് ഇവിടെ ആ 4 ഇഞ്ച് തന്നെ കിട്ടും സിങ്കിന് കൊടുക്കണത്. അതുകൊണ്ടാണ് നമ്മൾ സ്ലാബിന് കുറച്ച് വീതി കൊടുത്തത്. സാധാരണ 50 സെൻറ്റിമീറ്റർ 55 സെൻറ്റിമീറ്ററൊക്കെയാണ് സാധാരണ സ്ലാബ് കൊടുക്കണം. നമ്മളിവിടെ സ്ലാബിന് വീതി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നിവർന്ന് നിന്ന് കഴുകാനായിട്ട് പരമാവധി 4 ഇഞ്ച് വരാവുന്ന രീതിയിലാണ് കൊടുക്കാവുള്ളൂ. 4 ഇഞ്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നടുവ് ഇച്ചിരി ബെൻഡാകുമ്പോൾ നമുക്ക് കഴുകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും, ബാക്ക് പെയിൻ വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് 4 ഇഞ്ച് ഇതിലെ കറക്റ്റ് ഈ പൈപ്പ് കടന്നു പോകാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് കൊടുത്തത് കേട്ടോ. എത്ര കയറി ഇരുന്നാലും ഇപ്പോൾ ഇതിനകത്ത് കയറി ഇരുന്നാലും ഇത് ബെൻഡ് ഒടിഞ്ഞുകൂല. നമ്മൾ അടിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, സെൻറ്ററിൽ നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ സ്ട്രോങ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തത് ഫുള്ളും. ഇനി ഇതിനകത്ത് പറയാൻ പറ്റുന്നത് നമ്മൾ ഇത് 3/4 ഇഞ്ച് ഷീറ്റാണ് ഉപയോഗിച്ചത്. ഇവിടെ 3/4 ഇഞ്ചും ഒരു 8mm യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബീഡിങ് വരാനായിട്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു ബീഡിങ് വരാനായിട്ട് നമ്മൾ 8mm ഷീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനകത്ത് മൈക്കയാണ്, ഈ സൈഡ് മൈക്കയും. ഇത് ഫുള്ളും ആക്രിലിക്കാണ് ഡോറ്. ഈ ഗ്രേ കളർ ആക്രിലിക്കാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. സൈഡ് മൊത്തം വുഡ് കളറും. ഓപ്പൺ കിച്ചൺ കയറി വരുമ്പോൾ തന്നെ കിച്ചൺ കാണുമ്പോൾ നമുക്ക് ആ കിച്ചൻ്റെ ആ അലമാരി തള്ളിയിരിക്കുന്നത്, അത് ഫ്രിഡ്ജിൻ്റെ ഏരിയ തള്ളിയിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഓപ്പൺ കള്ളി കൊടുത്തതാണ് തന്നെ. ഈ ഓപ്പൺ കള്ളി ഇങ്ങനെ കൊടുത്തേക്കണത്. അത് ലൈറ്റിൻ്റെ പോയിൻ്റുണ്ട്. അതുപോലെ നമ്മൾ ഓപ്പൺ എന്ന് വെച്ചാൽ ഫുൾ ഓപ്പൺ അല്ലാതെ നമ്മൾ അലൂമിനിയത്തിന് ഡോറാണ് കൊടുക്കുന്നത്. അതായത് ഒരു ബീഡിങ് മാത്രം കാണിക്കുള്ളൂ, ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ കിച്ചൺ ഇങ്ങനെ കാണുമ്പോൾ വ്യൂ കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഉണ്ടോ, ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. അതുപോലെ അവിടെ കോക്കറി സ്റ്റാൻഡ് വരാനുണ്ട്. ഈ സൈഡിലുണ്ട് കോക്കറി സ്റ്റാൻഡും കോക്കറി ഷെൽഫുണ്ട്. അതുപോലെ ചെറിയൊരു പർഗോള മോഡൽ തന്നെ. ഇങ്ങോട്ട് കുറച്ച് ഈ ഡോറ് ഓൾറെഡി ഫുള്ളായിട്ടും കാണാൻ വർക്ക് ഏരിയ കാണാത്ത രീതിയിൽ നമ്മളൊരു അലമാരിയുടെ വരാനുണ്ട്. ഇത്രയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.